ഡമ്മിട്ട് ഡമ്മി. നീ എടുത്തരണോ? ടേപ്പോ? തെളിവെല്ലാം ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആടുതോമ നിരപരാധിയാണ്. പണ്ട് ഇന്ദുചൂട്ടനെ രക്ഷിച്ച വക്കീൽ നന്ദഗോപാൽ മാരാരാണ് ഈ കേസ് വാദിക്കുന്നത്. ഈ കേസ് വാദിക്കരുതെന്നും പറഞ്ഞു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും പോയി ചിലരെന്നെ വിളിച്ചിരുന്നു. മാരാരി കേസ് അപ്പിയർ ചെയ്യുകയും ചെയ്യും. നിരപരാധിയായ ആടുതോമയെ പുല്ല് വളർക്കി കൊണ്ടുവരികയും ചെയ്യും. യഥാർത്ഥ പ്രതി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറുവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം. പക്ഷേ ഒരു നാൾ ആ പുറത്തു വരും മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. Officer, I pity you for the dirty game you have played in this case that manipulated. A police is supposed to be the watchdog of justice and servant of society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law citizen and ex-judiciary officer who always give predominant consideration for his profession than any personal relationship or any personal bondage. By incriminating such a partial loyal soul, you have proved that you are ashamed to total fools of this country. That's all you are. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്ത് ദൈവമേ. യഥാർത്ഥ പ്രതി ഞാൻ മിഠായി മടക്കി മുൻപ് പറയാം. ശരി, ഓക്കെ സാർ. മിനുട്ടാ, എന്തോ മൊത്തം എന്നെ നോക്കിയായിരുന്നു. മിക്കവാറും ഞാനാണ് പ്രതി. Like a barking dog എന്നൊക്കെ പറഞ്ഞു. അതെന്തായിരുന്നു? എച്ചേങ്കളാണോ അത് കട്ടോണ്ട് പോയത്? ആ മുട്ടായി കട്ടോണ്ട് പോയത്? അത് എനിക്കൊരു അല്ല സംശയം. പ്രതി ഞാൻ മിഠായി മടക്കി മുൻപ് പറഞ്ഞോളൂ. പറയും, അതിന് മുമ്പ് പറയും. അതിന് ഓക്കെ, മുന്നേ പറയും. എന്തായാലും ബട്ടേർഡ്. Well done. കാലക്കി. Thank you. വേറെ ലെവൽ. അതെ, Thank you. ഇതൊക്കെ എങ്ങനെ എങ്ങനെ കാണിച്ചത്? അതെ അതെ എങ്ങനെ പഠിച്ചതല്ല? അതന്നെ എന്റെയും ചോദ്യം. My mother and dad teach me. ഓക്കെ. മധുവെങ്കിലൊരു കാര്യം അറിയോ? എന്താണ്? അന്ന് ഇവിടുന്ന് ഒരു മുട്ടായി മുണ്ടിൽ കെട്ടി മുണ്ട അതെ, അതെ, അതെ. കൊണ്ടുപോയില്ലേ? ആ കൊണ്ടുപോയ മുട്ടായി മൊത്തം ആരാണ്ട് എടുത്തോണ്ട് പോയി. അടിച്ചു മാറ്റി. അത് അന്വേഷിക്കാനാണ് ഈ CBI ഇവിടെ ഓ, അതാണ്. അങ്ങനെയാണ് അതിന്റെ ആ പ്രതി അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ നന്ദഗോപാൽ മാരാർ വന്നു. അത് അവര് രണ്ടുപേരും വന്നത് ആ പ്രതിനെ അന്വേഷിക്കാൻ. ഓ, അത് ശരി. അപ്പൊ ആ പ്രതിനെ ആടുതോമ സാറിന് കിട്ടി. നിരപരാധിയാണ്. നിരപരാധിയാണ്. പക്ഷെ പ്രതിനെ സാറിന് കിട്ടി. അത് അടുത്ത മിഠായി മഴയ്ക്ക് മുന്നേ പറയൂ അല്ലേ? ഈ മിഠായി മടക്കുന്നു. ഓ, ഈ മിഠായി മഴയ്ക്ക് പറയും. പറയും. ഇനി വരാൻ പോകുന്ന മിഠായി മഴയ്ക്ക് മുമ്പ് അത് പറയുന്നത്. നവനീതയുടെ എങ്ങനെയാണ് നടന്നത്? ഇങ്ങനെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഞാൻ ദാ ഈ ഒരു കൈ ചുരുട്ടി പിടിച്ചിട്ട് ഞാൻ ദാ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ദാ ഇങ്ങനെ നടന്നു. ആണല്ലേ? അങ്ങനെയാണ് അത് നടന്ന് കാണിച്ചേ, കാണട്ടെ. അതെ. നോക്കി ഇതുപോലെ. റെഡി. കിട്ടി. ആ കൊള്ളാട്ടാ. കറക്റ്റ് മമ്മൂക്ക നടക്കണ പോലെ. ഇത് കാണിക്കും. അടിപൊളി. ഇത് ഡമിട്ട് ഡമ്മി. മമ്മിച്ചു മമ്മി. മമ്മി. ഇപ്പഴേ ഞങ്ങൾക്ക് മനസ്സിലായി, വലുതായി കഴിയുമ്പോ നവനീത് കുട്ടനെ എങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കും അല്ലേ? അല്ല, വേറൊരു ലുക്കായിരിക്കും. റൊണാൾഡോയുടെ ലുക്കായിരിക്കും. അങ്ങനെ ആയിരിക്കോ? റൊണാൾഡോയുടെ ലുക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചു വലുതായിരിക്കുമ്പോ ഒരു CBI ഓഫീസർ, ഇതുപോലൊരു CBI ഓഫീസർ ആവുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കാനാ തീരുമാനിച്ചേക്കുന്നത്. ആ ഫുട്ബോൾ കളിച്ച് CBI ജോലി കിട്ടും. ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചത്. തൽക്കാലം മാറ്റമൊന്നുമില്ല. ആടുതോമ ഈ സ്റ്റേജ് വിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ ചെന്ന് കൊച്ചുങ്ങൾക്ക് മുട്ടയെ കൊടുത്തു. ആ സമയം മുട്ടയെ കൊടുത്തതിന് ശേഷം ഒരാള് വേറൊരാളിനെ ഒരു റൂമിൽ നിന്ന് വിട്ടു. ആ വിട്ടിരുന്ന ആളുടെ പേരാണ് സാക്ഷാൽ കുട്ടച്ചൻ. ദാ മുകളിലിരിപ്പുണ്ട്. ആ കുട്ടച്ചൻ ഇങ്ങനെ നടന്നു വന്നു. എല്ലാ ദിവസവും മരത്തിൽ കയറി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടച്ചനാണ് ഇപ്പതാ ഈ ഫ്ലോറിന്റെ മേളിൽ നിൽക്കുന്നത്.
ഈ കുട്ടച്ഛൻ അവിടെ വന്ന് എന്റെ കയ്യിൽ നിന്ന് ആ മുട്ടായി ഫുള്ള് തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്റെ എന്റെ കയ്യിൽ ആടുതോമയുടെ ഫുള്ള് മിഠായിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്ന് വെച്ചാൽ ആടുതോമ്മയുടെ കയ്യിൽ നിന്ന് ഫുള്ള് മിഠായിന്ന് അപ്പൊ തട്ടിപ്പറിച്ചോണ്ട് പോയി. കുട്ടച്ഛനാണ് പ്രതി. അപ്പം എന്നിട്ട് എവിടേക്കാണെന്ന് അറിയ കൊണ്ടുപോയ ആ റൂമിന്റെ പേര് പറയാം, PCR റൂം. അപ്പൊ ആരാണ് പ്രതി? ആരാണ് പ്രതി? മിസ്റ്റർ രാകേഷ് അങ്കിൾ. അത് ശരി. യു ആർ അണ്ടർ അറസ്റ്റ് രാകേഷ് ഏട്ടാ, യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പൊ രാകേഷ് ഏട്ടനാണോ അത് മൊത്തം തിന്നത്? അതെ. അതെ, ഓക്കെ. രാകേഷിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരണ്ടേ? അതൊന്ന് കാണണമായിരുന്നു. എനിക്കും കാണണമായിരുന്നു. അത് രസമായിരുന്നു രാകേഷെ. ആര്യ ചേച്ചി രാകേഷിനെ വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവരുന്നു. മീനുട്ടി രാഗു മുങ്ങി. രാഘുവിന് ആ ഏരിയ പോലും കാണാനില്ല.